ധനുഷും ഐശ്വര്യയും വിവാഹമോചിതരായി. ചെന്നൈ കുടുംബ കോടതി വിവാഹമോചനം അനുവദിച്ചുവെന്നാണ് ചെന്നൈ വാർത്ത. മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. റഗീസ്, കൂടുതൽ വിശദാംശങ്ങൾ. SKN 2004 ധനുഷും ഐശ്വര്യയും വിവാഹിതരാകുന്നത്. അന്ന് ഈ വിവാഹം ചലച്ചിത്ര ലോകത്ത് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ധനുഷ് അന്ന് 21 വയസ്സ് മാത്രമായിരുന്നു. ശേഷം ഒരു 18 വർഷത്തിനിപ്പുറം 2022 2 വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും വിവാഹമോചിതരാകാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ അവർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ വിവരം അറിയിച്ചിരുന്നു. ശേഷം രണ്ടുപേരും ചെന്നൈ കുടുംബ കോടതിയിൽ ഇത്തരത്തിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുകയായിരുന്നു. ശേഷം ഈ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ചെന്നൈ കുടുംബ കോടതിയിൽ നിന്നും ഇരുവരും വിവാഹമോചിതരായിരിക്കുന്നു. അവരുടെ ആ തീരുമാനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ നിന്നും അനുകൂലമായൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. കാരണം ഈ മ്യൂച്വൽ ആയിട്ടൊരു ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത ശേഷം ഇരുവരും കോടതിയിൽ ഹിയറിങ്ങിന് ഹാജരായിരുന്നില്ല. അപ്പോൾ കുടുംബക്കാരും ഒപ്പം തന്നെ കൂട്ടുകാരും ഒക്കെ ഇരുവരെയും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇനി അനുരഞ്ജനപ്പെടുന്നുണ്ടോ എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച രണ്ടുപേരും കോടതിയിൽ ഹാജരായി തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിവാഹമോചിതരാകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് കോടതി അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു ഉത്തരവുണ്ടാകുമെന്ന് ചെന്നൈ കുടുംബ കോടതിയിൽ നിന്നും പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് ചെന്നൈ കുടുംബ കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് ഇരുവരെയും നിയമപരമായി ഇനി വിവാഹമോചിതരായിരിക്കും. ഒപ്പം ധനുഷ് തൻ്റെ ചിത്രങ്ങളുമായി മുന്നോട്ട് പോകാനും ഒപ്പം ഐശ്വര്യയും സംവിധാന രംഗത്തൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവർക്ക് 2 മക്കളാണുള്ളത്. എന്തായാലും ഇപ്പോൾ ആ ഒരു ഡിവോഴ്സ് ഔദ്യോഗികമായിരിക്കുകയാണ്. ഇരുവരും 2 വഴിയിൽ പിരിഞ്ഞിരിക്കുകയാണ്. SKN.